ഇവിടെ വന്നു കഴിഞ്ഞാൽ മോൾക്ക് വേണ്ടിയിട്ട് അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു സ്പെഷ്യലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് അലിയിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിലായി കിട്ടണം. എന്നിട്ട് അതിലോട്ട് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കണം. റാഗി പറഞ്ഞാൽ ഇവിടെ കോറ എന്ന് പറയാറുണ്ട്, അതുപോലെ ചില സ്ഥലം മുത്താറി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ട് നന്നായിട്ട് ആ ശർക്കരയിട്ട് മിക്സ് ആക്കി എടുക്കണേ. വെള്ളത്തിൻ്റെ അളവ് ഇതിൽ കൂടിപ്പോകാണ്ട് നോക്കണേ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ശർക്കര പാനിയായിട്ട് യോജിച്ച് വരണം. അപ്പോൾ ഒന്നുകൂടി ചൂടാക്കും തോറും അത് കട്ടായിട്ട് മാറും. റാഗി നമ്മുടെ എല്ലാവരുടെയും ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. അയൺ ഉണ്ട്, കാൽസ്യം ഒക്കെ നല്ല കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി കോറ കഴിക്കുന്ന ഒരാളാണ്. നമ്മളിത് പല രീതിയിലും കഴിക്കാറുണ്ട്. ടാട ഉണ്ടാക്കി കഴിക്കാറുണ്ട്, കോറ പുട്ടുണ്ടാക്കി കഴിക്കാറുണ്ട്, കോറ ദോശ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ആവിയിൽ വേവിച്ച് കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്ക് കഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു ഹലുവയുടെ പരുവാക്കി മാറ്റണം, നമ്മൾ ഉരുട്ടുള്ള രീതിയിൽ. എന്നിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ തേങ്ങാപ്പാൽ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ തേങ്ങാപ്പാലിലൂടെ ചേർത്ത് കൊടുക്കണം. സാധാ പാൽ എടുക്കുക, തേങ്ങാപ്പാലുമ്പോൾ കുറച്ച് ടേസ്റ്റ് കിട്ടുന്നുള്ളതുകൊണ്ടാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തിട്ട് കഴിക്കുക. ഈ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നില്ല, അത് ഇഷ്ടമാണ് മാത്രം ചേർത്താൽ മതി. ഇതൊരു ചോക്കോസിൻ്റെ ഒരു മോഡലാട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. റാഗി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കുക. അപ്പോൾ മോൾക്ക് നല്ല ഇഷ്ടമായിട്ട് വന്നപ്പോൾ ക്ലാസ് കഴിഞ്ഞ് കൊടുത്തപ്പോൾ, ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അവളൊരു മിഠായി കൊടുത്തിരുന്നത് ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ ആയിട്ട് കിട്ടിയതാണ്. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി അവൾ കഴിക്കും അവിടുന്ന്. എന്നിട്ട് ബാക്കി ഇങ്ങനെ കവറിൽ പൊതിഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പം എനിക്ക് കഴിക്കാൻ പറ്റില്ല, എന്നാലും അവൾ കൊണ്ടുവരാറുണ്ട്. അത് നമുക്കൊരു സന്തോഷം തന്നെയാണ്. പിന്നെ വീടിൻ്റെ മുറ്റത്തിന് ഞണ്ട് കിട്ടിയിട്ടോ. അപ്പോൾ അത് ബക്കറ്റിലിട്ട് മോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അച്ചെടുത്ത് വെച്ചാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഈ റെസിപ്പി നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.